ഹായ്, ഇന്ന് മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ ഒരു ആരോൺ, വേറെ ഒരു മീനും കൂടി ഉണ്ടായിരുന്നുള്ളൂ, ആരോൺ കിട്ടിയേ. അപ്പോൾ ഇന്ന് ആരോൺ കറി വെക്കാവേ. ഇതങ്ങനെയൊന്നും ഞാൻ വെട്ടിയിട്ടില്ല, ഞാൻ തന്നെ വെട്ടിക്കോളാമെന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. വെട്ടാലോ. അങ്ങനെ ഞാനത് വെട്ടിയെടുക്കും. ഇച്ചിരി പാടുണ്ടായിരുന്നത് പൊളിച്ചെടുക്കാൻ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് എങ്ങനെയുണ്ട് കറി വയ്ക്കാനൊക്കെ കൊള്ളുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കൂടുതലും കറിയാണ് വയ്ക്കാറ്. അതുകൊണ്ട് കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടിയടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. ഉലുവായിട്ടു, കടുകിട്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ. പിന്നെ എനിക്ക് ഇവിടെ മീനിന് ചാറ് കൂടുതൽ വേണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇച്ചിരി മുളക് പൊടി എടുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കും. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പായിരിക്കുമേ. ചാറ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറി ആയി കഴിയുമ്പോൾ നല്ല കൊഴുപ്പുള്ള ചാറായിരിക്കും. ഇപ്പോൾ മുളക് പൊടി തന്നെ നമ്മൾ മൂപ്പിച്ച് വെള്ളം ചേർത്ത് അത്രയും ഒരു കൊഴുത്ത കറി കിട്ടത്തില്ലേ. കപ്പയ്ക്കകത്തും ചോറിനും ഒക്കെ ഒഴിച്ച് കൂട്ടാനായിട്ട് ആകുമ്പോഴത്തേനും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ മുളക് ഇങ്ങനെ അരച്ച് ചേർക്കും. എന്നിട്ട് ലാസ്റ്റ് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുവേ. ഉച്ചക്കത്തേനുള്ള കറിയാണ്. പിന്നെ ആണെങ്കിൽ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇന്ന് ഇത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പൊന്നാങ്കണ്ണി ചീര എല്ലാവരും കൂട്ടിയിട്ടുണ്ടോ? ഇത് ഞാൻ ശകലം കൊണ്ട് വെച്ചതാണേ. ഇതപ്പോൾ എല്ലാം നല്ലതായിട്ട് വളർന്നു വന്നേ. ഇത് ഏറ്റവും നല്ല ഗുണമുള്ള ചീരയാണ്. കണ്ണിനൊക്കെ നല്ല ഗുണമുള്ളതാണെന്നാണ് അറിയുന്നത്. ഞാനത് അരിഞ്ഞ് തേങ്ങായും നമ്മൾ സാധാരണ അരപ്പിന് ചേർക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ഇളക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിലയിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതെ എല്ലായിടത്തും അരപ്പ് ചെല്ലുവേ. അങ്ങനെ അമ്പാടി ചോറ് വിളമ്പി വെച്ചാൽ പിന്നെ അങ്ങനെ അവനൊരു മീൻ വറുത്തും കൂടെ വറുത്ത് കൊടുത്തേ.